നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായ അവസരത്തിൽ അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കാൻ കിട്ടുന്ന ഈ വലിയ അവസരത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് നമ്മൾ എന്തിന് ബൈബിൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ഒരുപാട് മതഗ്രന്ഥങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്, ഒരുപാട് തത്വശാസ്ത്രം അടങ്ങുന്ന കാര്യാദികൾ പഠിക്കുന്നവരുമാണ് നാം എല്ലാവരും. എന്നാൽ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം എന്തിനാണ് ആ ബൈബിൾ പഠിക്കേണ്ടത്? ആ ഒരു ചോദ്യത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ പഠിക്കുന്നതിനകത്ത് പലവിധമായ കാര്യാദികളുണ്ട്. പല നിലവാരത്തിൽ അത് മനുഷ്യനെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുന്ന ഒരു പഠനമാണ്. അതങ്ങനെ ചോദിച്ചാൽ എല്ലാ ഗ്രന്ഥങ്ങളിലും കൂടെ ദൈവത്തെ അറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവവചനം, ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ നമുക്ക് ദൈവത്തെ അറിയുവാൻ തൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, മനുഷ്യനുള്ളതായ പദ്ധതികൾ, മനുഷ്യന് ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യാദികൾ, മനുഷ്യനെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന സത്യങ്ങൾ, ഇവ പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവവചനം പഠിക്കുക. പലപ്പോഴും ദൈവവചനം പഠിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവവചനം അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ട് മനുഷ്യന് ശരിയായ നിലവാരത്തിൽ ദൈവത്തെ അറിയാൻ തൊക്കെ കഴിയുന്നില്ല. ഒരു ദൈവീക അറിവ് ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തെ അത് ശരിയായ നിലവാരത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. പല യുവാക്കന്മാരും യുവതികളും ദൈവവചനം കേൾക്കുവാൻ വരും. ദൈവദാസന്റെ വാക്കുകളിൽ കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാൻ തൊക്കണം മനസ്സിലായക കൊണ്ട് തന്നെ പലപ്പോഴും ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ വിഷയം ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവവചനം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നാം അതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ പദ്ധതികൾ നാം അറിയുമ്പോൾ നാം ആ നിലവാരത്തിൽ ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഷേപ്പ് ചെയ്യുവാൻ തൊക്കണം കഴിയും. മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം മനുഷ്യനുള്ളതായ ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ളതായ പദ്ധതികൾ, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ദൈവീക ബന്ധം സ്ഥാപിക്കുവാൻ ദൈവത്തെ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് ദൈവവചന പഠനമാണ് ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥം. ദൈവവചനം പഠിക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന ദൈവം എങ്ങനെ ദൈവമാകുന്നു എന്നും, നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ കൂടെ നമുക്ക് എന്ത് ലഭിക്കും എന്നും, നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയങ്ങൾ എങ്ങനെ പ്രയോജനകരമാകും എന്നും മനസ്സിലാക്കാൻ കഴിയുവാൻ ഈ ദൈവവചന പഠനം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ആത്മീക ഉണർച്ചയ്ക്ക്, ആത്മീക വളർച്ചയ്ക്ക് ദൈവവചന പഠനം വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ആത്മീകമായ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവികമായ അറിവ് വളരെ ആവശ്യമാണ്. ദൈവം എന്ത് നമ്മളോട് സംസാരിക്കുന്നു, ദൈവം എന്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നാം ഏത് നിലവാരത്തിലാണ് വളരേണ്ടത്, ഏത് നിലവാരത്തിൽ വളർന്നാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള മച്യൂരിറ്റി പ്രാപിക്കുവാൻ കഴിയും എന്നത് ദൈവവചന പഠനത്തിൽ കൂടെ മാത്രമേ അറിയാൻ കഴിയൂ.
നാം ദൈവവചനം പഠിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീക മനുഷ്യൻ രൂപപ്പെടുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീകമായ മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ അത്യാവശ്യമായ ഘടകമാണ്. ദൈവവചനത്തിൻ്റെ അറിവില്ലാതെ വന്നാൽ, ദൈവവചനം അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിയാതെ വന്നാൽ അത് നമുക്ക് പലപ്പോഴും പ്രയോജനീഭവിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് ഒരാത്മീയമായ ഉയർച്ചയ്ക്കും ദൈവികമായ അറിവിനും ഒരു നല്ല ദൈവ പഠിതാവായി തീരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവ പഠനമല്ല, വചന പഠിതാവായി തീരേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് അറിയും തോറും ദൈവത്തെക്കുറിച്ച് പഠിക്കും തോറും നാം ഉത്സാഹമുള്ളവരായി തീരുവാൻ കഴിയും. ദൈവം നമുക്ക് എന്തു ചെയ്തു, ദൈവം നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവം നമുക്ക് എന്ത് ചെയ്യും എന്നുള്ള അറിവ് നമ്മളെ ഉത്സാഹഭരിതരാക്കി തീർക്കാനിടയായിത്തീരും. നമുക്കറിയാം, പല ദൈവത്തിൻ്റെ ദാസന്മാരെ കുറിച്ച് പഠിച്ചാൽ അവർക്കൊക്കെ ഏറ്റവും അധികം ഉത്സാഹമുള്ളവാകാൻ കാരണമായി തീർന്നത് ദൈവം അവർക്ക് എന്തു ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ആധികാരികമായ അറിവാണ്. അപ്പോൾ നാം ഏറ്റവും അധികമായി ഉന്മേഷമുള്ളവരായി തീരുവാൻ, ഏറ്റവും അധികമായിട്ട് ഉണർവുള്ളവരായി തീരുവാൻ, ഏറ്റവും അധികമായി ദൈവവചനത്തിൽ പ്രയോജനീഭവിക്കാൻ തക്കോണം നാം എന്ത് ചെയ്യണം? നാം ദൈവവചനം പഠിക്കണം. ദൈവവചനം പഠിക്കും തോറും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളെ പ്രബുദ്ധരാക്കുവാൻ തക്കോണം കഴിയും. പ്രബുദ്ധരായി കഴിഞ്ഞാൽ നാം പ്രതിഭാശാലികളായി മാറുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം, നാം ദൈവവചനം പഠിക്കുവാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവവചനം പഠിക്കുവാൻ ചില സമയം കണ്ടെത്തുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ അത് ഭവിക്കാനിടയായിത്തീരും. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ, ദൈവവചനം പഠിക്കും തോറും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് മനസ്സിലാക്കാൻ കഴിയും. പ്രായോഗിക ജീവിതം എന്ന് ചോദിച്ചാൽ, ഒരു ദൈവികമായ ബന്ധം എങ്ങനെയാണ്, ഒരു കുടുംബജീവിതം എങ്ങനെയാണ്, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, നാം ജോലിസ്ഥലങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മുടെ രീതികൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ദൈവവചനം എന്നുള്ളത്. മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഒരു മാതാവും പിതാവും എങ്ങനെയാണ് മക്കളോട് പെരുമാറേണ്ടത് ദൈവവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ പ്രായോഗിക ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലും വിവിധ തലത്തിലും ഒരു വ്യക്തി എപ്രകാരം ശരിയായ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം അത് വേദപുസ്തകമാണ്. വേദപുസ്തകം പഠിക്കും തോറും നാം നമ്മെ തന്നെ ശരിയായ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനിടയായിത്തീരും. ഒരു നല്ല പിതാവായി തീരണമെന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹമായിരിക്കാം. ഒരു നല്ല മാതാവായി തീരണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരിക്കും. ഒരു നല്ല മകനോ മകളോ ആകണമെന്നുള്ളത് നമുക്കുണ്ടാകേണ്ട ഒരു ആവശ്യകരമായ കാര്യമാണ്. എന്നാൽ അത് എപ്രകാരമായി തീരുമെന്ന് പഠിപ്പിക്കുവാൻ ഈ ദൈവവചന പഠനം നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം വളരേണ്ട നിലവാരത്തിൽ വളരാൻ കഴിയാതെ ചില തെറ്റുകൾ, കുറ്റങ്ങൾ വരുമ്പോൾ അതെങ്ങനെ തിരുത്തണമെന്ന് ഈ ദൈവം നമ്മളെ പഠിപ്പിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് തിരുത്തുക എന്നുള്ളത്. ജീവിതത്തിൽ എങ്ങനെയാണ് തിരുത്തൽ നൽകേണ്ടത്, എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്, ഏത് നിലവാരത്തിൽ തിരുത്തിയാൽ നമുക്ക് ശരിയായ നിലവാരത്തിൽ ഒരു നല്ല ജീവിതം നയിക്കാം എന്ന് ചിന്തിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം, ഒരുപാട് ജീവിതങ്ങളെ നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ചെയ്ത തെറ്റ് തിരുത്തുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പ്രയോജനരഹിതമായി ലോകത്തിൽ ജീവിക്കുന്നവരായി മാറുന്നവരെ കാണാൻ കഴിയും. ഞാനും നീയും, അല്ലെങ്കിൽ എൻ്റെ ഈ ദൈവ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം തിരുത്തുവാൻ തയ്യാറായാൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തുവാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ദൈവവചന പഠനം നമ്മളെ തിരുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറുവാൻ കഴിയുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇനി നാം ദൈവവചനം പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, മനുഷ്യന് അവൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ദൈവവചന പഠനമാണ്. വളരെ ആഴമേറിയ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിന്
ചില പ്രത്യേകതകൾ നൽകാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് ഒരു 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 ലക്ഷ്യം നൽകുവാൻ കഴിയും. ലക്ഷ്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടല്ല നാം ജീവിക്കേണ്ടത്. ലക്ഷ്യബോധ്യമുള്ളവരായി തീരണമെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം? ഈ ലോകത്തിൻ്റെ പഠനത്തെ, ഈ ലോകത്തിൻ്റെ കാര്യാദികളിൽ നാം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വരുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം ഈ ദൈവവചനമാണ്. അതുകൊണ്ട് ദൈവവചനം നാം പഠിക്കേണ്ട വളരെ ആവശ്യമാണ്. മാത്രമല്ല, നാം നല്ല ഒരു ശിഷ്യനായി, അച്ചടക്കമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ വളർത്തിയെടുക്കുന്നത് എപ്രകാരമാണെന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ കൂടെ അതിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. ഒരുവന് ഒരു കുറവുണ്ടെങ്കിൽ അത് അവന് വേണ്ടി നികത്തണമെന്ന് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരുവന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവനെ കൂടെ ഉണർത്തണം, അല്ലെങ്കിൽ ഉയർത്തണമെന്ന് നമ്മൾ ദൈവം പഠിപ്പിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വരുത്തുവാൻ, നമുക്ക് ആത്യന്തികമായ മാറ്റം വരുത്തുവാൻ ഈ ദൈവത്തിന് കാണുന്നു. നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാം. ചില നാളുകൾക്ക് മുമ്പ് നാം അറിയപ്പെടുന്ന നമ്മളൊരു സുഹൃത്ത് ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ ജീവിച്ചു. അതിനുശേഷം അവൻ ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ ആത്യന്തികമായ മാറ്റം എന്താണ്? ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അവൻ്റെ ജീവിതത്തിലുണ്ടായി. ലോകത്തെ വിട്ട്, ലോക ചിന്തകളെ വിട്ട്, ലോകത്തിൻ്റെ ബോധ്യങ്ങളെ വിട്ട് ദൈവിക ചിന്തയിലേക്ക് മാറുവാൻ അവനെ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് ദൈവവചന പഠനമാണ്. ദൈവവചന പഠനം അവനെ നല്ല ഒരു വ്യക്തിക്ക് ഉടമയാക്കി മാറ്റുവാൻ തക്കണം കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എൻ്റെ സന്ദേശത്തിൻ്റെ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ബൈബിൾ, വേദപുസ്തകം നമ്മെക്കുറിച്ച് എന്ത് പദ്ധതിയാണ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ ആരായി തീരണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ ലോകം നമ്മളെ കുറച്ച് നാളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ജഡം എന്നുള്ള കാര്യാദികൾ ഉരിയുന്ന സമയം വരെ മാത്രമേ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലപ്രകരമായ ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്ന് പറയുന്നത് ദൈവവചന പഠനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവവചന പഠനം നമുക്ക് ഒരു വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യാശയോടെ ജീവിപ്പാൻ, ഈ ലോകം വിട്ടാൽ എവിടെയായി തീരുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ നൈനിമിഷികമായ സ്വഭാവങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ഈ നൈനിമിഷികമായ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് നാം എങ്ങനെയൊക്കെയാണ് ആയിരിക്കണം എന്നുള്ളതായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. ഇതൊക്കെയും ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ നാം ആരായിത്തീരണം, നാം എന്തായിത്തീരണം, നാം എങ്ങനെയായിത്തീരണം, അതിലുമുപരിയായി നമ്മുടെ പ്രത്യാശ എന്തെന്നും കൂടെ മനസ്സിലാക്കാൻ കഴിയേണ്ട ആവശ്യം. എനിക്കും നിനക്കും ഈ ലോകം തരുന്നത് പ്രത്യാശയില്ലാത്തൊരു ജീവിതമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം സമ്മാനിക്കുന്ന ഒരു ലോകം. നാം ഇടപെടുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ മാത്രമായി മാറ്റുന്ന ഒരു ലോകം. എന്നാൽ നമുക്ക് വലിയ ഒരു പ്രത്യാശ എന്നുള്ളത് ദൈവവചന പഠനമാണ്. അവിടെ പറയുന്നു, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സാമീപ്യമുണ്ട്. യേശു ക്രിസ്തു എന്ന രക്ഷകനെ കർത്താവായി, രക്ഷിതാവായി സ്വീകരിച്ചാൽ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. ഈ മാറ്റപ്പെടുവാൻ പോകുന്ന ലോകം ഇന്നോ നാളെയോ മാറിക്കൊണ്ടിരിക്കും. ലോകം മാറുവാൻ പോവുകയാണ്. എന്നാൽ മാറാത്ത ഒരു ലോകത്ത് നിത്യമായ ഒരു ജീവിതം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകം. ഇപ്പോൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനിൽ നീ വിശ്വസിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചാൽ നിനക്ക് നിത്യമായ ജീവൻ നൽകുമെന്ന് പഠിപ്പിച്ച ഏക ഗ്രന്ഥം അത് വേദപുസ്തകമാണ്. അപ്പോൾ നാം എന്തിനാണ് ബൈബിൾ പഠിക്കേണ്ടത്? ഈ പറഞ്ഞ കാര്യാദികളിൽ കൂടെ നാം വേദപുസ്തകം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ദൈവത്തെ അറിയുവാൻ, ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ, നമ്മുടെ പ്രായോഗിക ജീവിതം ശരിയാക്കിയെടുക്കുവാൻ, നമുക്ക് ജീവിതത്തിൽ അച്ചടക്കമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഏറ്റവും അവസാനമായ ദൈവത്തെ അറിയുവാനും നമ്മുടെ പ്രത്യാശയിൽ നിറയുവാനും വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകം. അപ്പോൾ വേദപുസ്തകം പഠിച്ചാൽ പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. ഈ ലോകം മാറിക്കൊള്ളട്ടെ, ലോകത്തുണ്ടാകുന്ന സംഭവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കൊടുങ്കാറ്റോ ഭൂകമ്പമോ മഹാമാരിയോ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നിന്റെ ഉള്ളിൽ ദൈവത്താൽ സന്യസിക്കപ്പെട്ടതായ ഒരു നിത്യമായ ജീവനുണ്ടെങ്കിൽ ആ ജീവൻ ഉയർത്തെഴുന്നേൽക്കും, ഉണർന്നേൽക്കും. കർത്താവിൻ്റെ വരങ്ങൾ ഒന്നിൽ അത് രൂപാന്തരം പ്രാപിക്കും.
അല്ലാതെ നീ മരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നീ എടുക്കപ്പെടും. കർത്താവിനോട് എപ്പോഴും ആയിരിക്കാൻ കഴിയുന്ന വലിയൊരു സന്ദേശം അടങ്ങുന്ന ഈ വേദപുസ്തകം നീ പഠിക്കണം, പഠിച്ചു വളരണം, ആത്മീയമായി ഉണരണം. അതിന് ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളൂടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.